Our next topic is first order low pass Butterworth filter. Okay, it is also called one pole low pass Butterworth filter or first order or one pole. Okay, here we use a RC network for filtering. Here we use an RC network for filtering. RC decides the value of cutoff frequency, where R1 and RF decides the gain in pass band. Okay, ഇവിടെ നമ്മൾ എന്താണ് ഒരു RC നെറ്റ്വർക്ക് യൂസ് ചെയ്യുവാണ്. Then RF and R1 decides the gain of the pass band. Okay, അപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ ഫസ്റ്റ് ഓർഡർ ബട്ടർവർത്ത് ഫിൽറ്റർ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓപ്പാം യൂസ് ചെയ്യുകയാണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. സോ RC നെറ്റ്വർക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ഇൻ ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. സോ ദിസ് ഈസ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ടൈപ്പ്. സോ ഇറ്റ്സ് ഗെയിൻ ഈസ് എന്തായിരിക്കും? ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ബിഫോർ ദാറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? VO ഈക്വൽ ടു എന്ത് വരും? 1 + RF ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു ഹിയർ V1. നമ്മളൊരു V1 കൊടുക്കുകയാണ്. അതായത് അക്കോർഡിംഗ് ടു ദ വോൾട്ടേജ് ഡിവൈഡർ റൂൾ, ദ വോൾട്ടേജ് അറ്റ് ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എക്രോസ് C, ഈ കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ടുള്ളാവുന്ന ഒരു വോൾട്ടേജ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം വോൾട്ടേജ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് വരും? എന്തായിരിക്കും ഇതിൻ്റെ കേസിൽ? കപ്പാസിറ്ററിൻ്റെ ഇതെന്ന് പറയുന്നത് എന്ത് വരും? ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ബിക്കം -j ഇൻറ്റു XC. XC ഈസ് ദ കപ്പാസിറ്റൻസ് റിയാക്റ്റൻസ് XC ഡിവൈഡഡ് ബൈ എന്ത് വരും? R - j XC ടോട്ടൽ അല്ലേ? ഇത് -j XC വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? അതായത് 1/j ωc XC എന്നുള്ളതിന് പകരമാണ് നമ്മളിവിടെ -j എന്ന് കൊടുത്തിരിക്കുന്നത്. -j XC ഡിവൈഡഡ് ബൈ R + 1/j എന്ന് പറയുന്നതിന് പകരം -j എന്ത് കൊടുത്തു? XC. ഓക്കെ, അതായിരിക്കും ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സി V1 ഈക്വൽ ടു -j XC ഡിവൈഡഡ് ബൈ R - j XC, where -j ഈക്വൽ ടു 1/j കേട്ടോ. But the reactance of the capacitor is given by XC equal to എന്താണ്? 1/2πfc. V1 equal to -j 1/2πfc divided by R - j into 1/2πfc into Vin. That is Vin equal to -j 2πfc കോമൺ ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ എന്ത് വരും? 2πfc RC - j. ഇവിടെ വരും എന്ത് വരും? അങ്ങനെ 2πfc രണ്ട് സൈഡിലും ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2πfc ആർ ക്യാൻസൽ ഔട്ട്. ദെൻ Vin ഈക്വൽ ടു -j ഡിവൈഡഡ് ബൈ -j + 2πfc RC ഇൻറ്റു Vin. അതാണ് എന്തെന്ന് പറയുന്നത്? V1 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ -j. -j കൊണ്ട് നമ്മൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ V1 ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 + j ഇൻറ്റു 2πfRC ഇൻറ്റു Vin. ക്ലിയർ ആയില്ലേ?
അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് V1-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു 2πfc RC ഇൻറ്റു Vin. Then the output voltage of the non-inverting amplifier. Here the എവിടെയാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദ ഗെയിൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 ഇൻറ്റു Vin വരും. ഇപ്പം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എന്ത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 ഇൻറ്റു V1 ഈക്വൽ ടു VO ഈക്വൽ ടു 1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 ഇൻറ്റു V1 എത്രയാണ്? 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ 2πfc RC ഇൻറ്റു Vin. ഇനി എന്താണ് ഈ 1 പ്ലസ് RF ഡിവൈഡ് ബൈ R1 എന്ന് പറയുന്നത്? ഗെയിൻ ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു AVF ഓർ സിംപ്ലി AF എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ VO ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AF ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ 2πf ഇൻറ്റു RC. ക്ലിയർ ആയില്ലേ? അപ്പം VO ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു എന്താ കിട്ടിയേക്കുന്നത്? AF ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു 2πf RC. സോ ഇവിടെ നമുക്ക് VO ഡിവൈഡ് ബൈ Vin ഇവിടെ എന്താ നമുക്ക് നോക്കുന്നത്? 2πf ഈക്വൽ ടു 2π RC ഈക്വൽ ടു 1/fc. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിൻ്റെ കേസിൽ അതിൻ്റെ കട്ട് ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് 2πf RC അല്ലേ? അപ്പോൾ എഫ് ഡിവൈഡ് ബൈ 2π RC എന്ന് പറയുന്നത് അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. 1/2π RC എന്ന് പറയുന്നത് FC ആണ്. FH ഓർ FC. FH ഈക്വൽ ടു 1/2π RC. ഓക്കെ, 1/2π RC ആണ് എന്തെന്ന് പറയുന്നത്? FH ഓർ FC കട്ട് ഓഫ് ഫ്രീക്വൻസി. FH ഓർ FC നമ്മൾ FH എന്ന് ഡിനോട്ട് ചെയ്താലും കുഴപ്പമില്ല, FH. സോ VO ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AF ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു എഫ് ഡിവൈഡ് ബൈ 2π RC എന്താണ്? 1/fc ആണ്. സോ F ഡിവൈഡ് ബൈ FH. ക്ലിയർ ആയില്ലേ? അപ്പം VO ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു AF ഡിവൈഡ് ബൈ 1 പ്ലസ് ജെ ഇൻറ്റു F ഡിവൈഡ് ബൈ FC. ഓക്കെ, അപ്പം where VO divided by Vin is the gain of the filter as a function of frequency. Gain എങ്ങനെയാണ്? ഫ്രീക്വൻസിയുടെ ടേമിൽ കിട്ടിയിരിക്കുകയാണ്. F is the where AF equal to 1 plus RF divided by R1, that is the pass band gain of the filter. F is the frequency of the input signal. FH is equal to 1/2π RC, high cutoff frequency of the filter. Okay. Then the gain and the phase angle of the low pass filter can be obtained by converting the equation into a polar form. That is എന്തായിരിക്കും polar form എന്ന് പറഞ്ഞാൽ എന്താ? x plus iy. x plus y നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് iy ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഇവിടെ എന്ത് വരും? VO ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് VO ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു റൂട്ട് ഓഫ് AVF സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1 സ്ക്വയർ പ്ലസ് ഇതിന് എക്സ് പ്ലസ് IY എന്നുള്ളതിന് പകരം എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡ് ബൈ FC ഹോൾ സ്ക്വയർ. That is equal to AVF divided by root of 1 plus F divided by FC or FH all square. Similarly, tan angle phi കണ്ടുപിടിക്കാൻ പറ്റും. tan inverse അതിൻ്റെ എന്തായിരിക്കും? tan inverse, that is equal to tan inverse F divided by FH ആയിരിക്കും. അതിൻ്റെ ഫേസ് ആംഗിൾ ഫൈ മൈനസ് ടാൻ ഇൻവേഴ്സ്
മൈനസ് വരാൻ കാരണം അത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇവിടെ നമ്മൾ ഇത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ബിക്കം മൈനസ് സൈൻ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇത് ഡിനോമിനേറ്ററിൽ ടൈമിലായതുകൊണ്ടാണ്. സോ ഡിനോമിനേറ്ററിലായതുകൊണ്ട് മൈനസ് ടാൻ ഇൻവേഴ്സ് തീറ്റ എന്ന് വരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എഫ് ഡിവൈഡ് ബൈ എഫ് എച്ച് ഓർ എഫ് സി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുന്നത്. ഇനി ഇതിൻ്റെ where phi is the phase angle in degree. The operation of low pass filter can be varied from first condition. ഇത് മെയിനായിട്ട് 3 കണ്ടീഷന് വരുന്നുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വി ഒ ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു എന്ത് കിട്ടി? എ എഫ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ. അറ്റ് ലോ ഫ്രീക്വൻസി എഫ് ഈസ് ലെസ് ദാൻ എഫ് സി. അപ്പോൾ എന്ത് വരും? എഫ് ഈസ് ലെസ് ദാൻ എഫ് സി. ഇത് ഈ ടൈം എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ഒരു നെഗ്ലിജിബിളായി അല്ല √1 എന്ന് വരും. എഫ് വളരെ അല്ല എഫ് സി വളരെ കൂടുതലാണ്. അപ്പോൾ എഫ് നെഗ്ലിജിബിൾ ആകുമ്പോൾ 1 പ്ലസ് പോയിൻ്റ്. അപ്പോൾ ഇത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ √1 എന്ന് വരും, 1 വരും. സോ മോഡുലസ് ഓഫ് വി ഒ ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു എ വി എഫ് ഓർ എ എഫ്. എ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ഡിവൈഡ് ബൈ R1 അല്ലേ? ആർ എഫും R1ഉം ഡിസൈൻ ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗെയിൻ വേഴ്സസ് ഫ്രീക്വൻസി ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം ലോ ഫ്രീക്വൻസിയിൽ എഫ് സിക്ക് താഴെ ആകുമ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞത്? ദാറ്റ് ബിക്കം കോൺസ്റ്റൻറ്റ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കുവാണ്. അറ്റ് എഫ് ഈക്വൽ ടു എഫ് സി. എഫ് ഈക്വൽ ടു എഫ് സി ആകുമ്പോൾ √2 വരും അല്ലേ? √2 എന്ന് 1/√2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.707 AF. ദാറ്റ് ഈസ് 0.707ലായിരിക്കും അതിൻ്റെ എഫ് എവിടെ വരുന്നത്? എഫ് സിയിലാകുന്നത്. ഓക്കെ. ഇനി തേർഡ് കണ്ടീഷൻ എന്നത് എഫ് ഗ്രേറ്റർ ദാൻ എഫ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വി ഒ ഡിവൈഡ് ബൈ വി ഇൻ ഈക്വൽ ടു എങ്ങനെ വരും? ഇത് ഈ ഒരു രീതിയിൽ ഗെയിന് അല്ലേ? ഫ്രീക്വൻസി കൂടുമ്പം ഗെയിൻ കുറയുന്നു. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഫ്രീക്വൻസി കൂടുമ്പോൾ ഗെയിൻ ഈസ് ലെസ് ദാൻ എ ബി എഫ്. ഫ്രീക്വൻസി കുറയുമ്പം ഇത് ഗെയിന് ഇങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. Then frequency increases 10-fold. The voltage gain is divided by 10. In other words, the gain decreases 20 dB. 20 dB എന്ന് പറഞ്ഞാൽ എന്താ? 20 log 10. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ഈച്ച് ഫ്രീക്വൻസി ഈസ് ഇൻക്രീസ്ഡ് ബൈ 10. സോ ഇറ്റ് ഈസ് എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എഫ് എച്ചിലാകുമ്പോൾ 3 dB അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ഇത് 20 log 10 അല്ലേ? ഗെയിൻ 10 ഇത് വരുന്നതുകൊണ്ട് 20 log ഗെയിൻ ഈസ് ഡിവൈഡ് ദ വോൾട്ടേജ് ഗെയിൻ ഈസ് ഡിവൈഡഡ് ബൈ 10. സോ 20 dB 20 log 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -20 dB പെർ ഡെക്കേഡ്. ഡെക്കേഡിൽ ആകുമ്പം അത് 20 dB പെർ ഡെക്കേഡ്. അത് ഒക്ടേവ് പറയുവാണെങ്കിൽ 6 dB പെർ ഒക്ടേവ്. 2-fold ഇൻക്രീസ് ചെയ്യും. 1-fold എന്ന് പറയുമ്പോൾ 10-fold ഇൻക്രീസ്ഡ് ബൈ 10-fold 1 ഡെക്കേഡ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഡിസൈൻ എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ ഫോർ ദ ഫോളോവിങ് സ്പെസിഫിക്കേഷൻ ആൻഡ് ഗിവൺ ദാറ്റ് pass band gain equal to 2, cutoff frequency equal to 10 kHz and solution നമുക്ക് നോക്കാം എന്തൊക്കെ തന്നിട്ടുണ്ട്. പാസ് ബാൻഡ് ഗെയിൻ തന്നിട്ടുണ്ട്, കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂവും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1/2πRC. ഓക്കെ. സി എത്രയാണ് തന്നെ? ലെറ്റ് സി ഈക്വൽ ടു നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ലെറ്റ് സി ഈക്വൽ ടു 0.001 മൈക്രോ ഫാരഡ് ആൻഡ് ആർ ഈക്വൽ ടു അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത വാല്യൂ എന്താണ്? എഫ് സി തന്നിട്ടുണ്ട് അല്ലേ? 1/2πRC. എഫ് സിയുടെ വാല്യൂ എത്രയാണ്? കട്ട് ഓഫ് ഫ്രീക്വൻസി 10 kHz ആണ്. സോ ഇറ്റ് ബിക്കം ആർ ഈക്വൽ ടു 1/2πFC
ഇൻറ്റു സി കിലോ ഹെർട്സ് ആയതുകൊണ്ട് 2π ഇൻറ്റു 10 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 0.001 ഇൻറ്റു 10⁻⁻6. സോ ആർ ഈക്വൽ ടു 15.9 കിലോ ഓം. ദെൻ എ വി എഫ് തന്നിട്ട് എ എഫിൻ്റെ വാല്യൂ എത്രയാണ് 2 ആണ്. എ എഫ് എന്ന് പറഞ്ഞാൽ എന്താ 1 + RF ഡിവൈഡ് ബൈ R1. സോ RF ഡിവൈഡ് ബൈ R1 ഈക്വൽ ടു എന്ത് വരും 1 വരും. സോ RF ഈക്വൽ ടു 1. ലെറ്റ് ഇവിടെ നമ്മൾ എന്ത് സെലക്ട് ചെയ്യും RF ഈക്വൽ ടു 10 കിലോ ഓം, R1 ഈക്വൽ ടു 10 കിലോ ഓം. അങ്ങനെ നമുക്ക് വാല്യൂസ് കൊടുത്ത് വി ക്യാൻ ഡിസൈൻ എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽറ്റർ. ക്ലിയർ ആയില്ലേ? ഓക്കെ താങ്ക് യു.